മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രതിഷേധം. ബസ്സുകൾ തടഞ്ഞ് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രതിഷേധം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. പോലീസ് ജീപ്പിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധക്കാർ. വിവരങ്ങളുമായി അഭിന P ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? കൂടുതൽ വിവരങ്ങൾ. ഇതൊരു രാഷ്ട്രീയപരമായ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും അതോടൊപ്പം തന്നെ അശ്രദ്ധ നിറഞ്ഞ ഈ യാത്ര അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നാട്ടുകാർ ഇതിനു മുൻപും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് കുറ്റ്യാടി ഭാഗത്ത് നിന്നും വരികയായിരുന്ന ബിരുദ വിദ്യാർത്ഥി അബ്ദുൾ ജവാദിനാണ് ദാരുണമായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ജവാദ് ഓടിച്ചിരുന്ന സ്കൂട്ടറിലേക്ക് ഒമേഗ ബസ് വന്ന് ഇടിക്കുകയായിരുന്നു. അതും തെറ്റായ ദിശയിലൂടെയാണ് ഈ ബസ് വന്ന് ജവാദിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. പക്ഷേ ജവാദിന്റെ തലയിലൂടെ ടയർ കയറി ഇറങ്ങിയാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതേ തുടർന്ന് വൈകിട്ട് തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഈ ബസ് തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നാട്ടുകാരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഇന്ന് ബസ് വീണ്ടും തടയുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും നിലവിൽ ഇവിടെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഇനി സ്വകാര്യ ബസ്സുകൾ വേണ്ട എന്നതാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. മത്സരിച്ച് ഓടിയെത്തിയ ഒമേഗ ബസ്സാണ് ഇത്തരത്തിൽ ജവാദിന്റെ ജീവൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ഇനി സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ വേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം തന്നെ പ്രവർത്തകരെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളമാണ് പ്രതിഷേധക്കാർ സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അധികാരികൾ എത്താതിരുന്നതിലും അതിലും നാട്ടുകാർ വലിയ പ്രതിഷേധം തന്നെയാണ് അറിയിക്കുന്നത്. കക്കാട് ബസ് സ്റ്റോപ്പിന് സമീപം തടഞ്ഞപ്പോൾ ബസ്സുകൾ ബൈപ്പാസ് വഴി പോവാൻ തുടങ്ങുകയും അതോടെ നാട്ടുകാർ തന്നെ ബൈപ്പാസിലെത്തി റോഡ് പൂർണ്ണമായും ഉപരോധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്തെത്തിയ പോലീസ് സമരക്കാരെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ സമരക്കാരും പോലീസും തമ്മിൽ കളിയാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കനത്ത മഴയും ഈ ഒരു പ്രദേശത്തുണ്ട്. ഈ സമയത്ത് പോലും പ്രതിഷേധക്കാർ പിന്നോട്ടില്ല. ഇതിന് കൃത്യമായൊരു നിയമം അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം നടപടി വേണം എന്നുള്ളതാണ് പ്രധാനമായും പ്രതിഷേധക്കാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും പറയുന്നത്. ഇക്കാര്യത്തിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഈ കോഴിക്കോട് നഗരത്തിലെ ബസ്സുകളുടെ മത്സരയോട്ടമാണ് നടക്കുന്നത്. കോഴിക്കോട് മാവൂർ റോഡ് മുതൽ അല്ലെങ്കിൽ ഈ കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന പല ബസ്സുകളും അതും സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ വളരെ വലിയ വേഗത്തിലാണ് കടന്നു പോകുന്നത്. കാൽനട യാത്രക്കാർ ഈ റോഡ് വഴി പോകുന്നുണ്ടോ എന്നുള്ളതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായ രീതിയിലാണ് ഓരോ ബസ്സുകളും ഓരോ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഓരോ മിനിറ്റുകളിലും ചീറിപ്പാഞ്ഞു പോകുന്നത്. ഇത് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡ് തന്നെ ഭരിക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ് എന്നുള്ള നിലയ്ക്കാണ് പോകുന്നത്. കാൽനട യാത്രക്കാരെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ എതിർദിശയിൽ വരുന്ന മറ്റു വാഹനങ്ങൾ ശ്രദ്ധിക്കാതെയുമാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പേരാമ്പ്രയിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളടക്കം ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഈ ഭാഗത്ത് പേരാമ്പ്രയിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ജീപ്പിന് മുന്നിലടക്കം റീത്ത് വെച്ചുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ ഈ പ്രവർത്തകരുടെ തീരുമാനം? തീർച്ചയായും നമുക്കറിയാം ജവാദ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ സമയത്ത് നാട്ടുകാർ ഈ വിവരം കൃത്യമായി അധികൃതരുടെ ഭാഗത്ത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അധികൃതരാരും തന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല അല്ലെങ്കിൽ കൃത്യസമയത്ത് എത്തിയില്ല എന്നൊരു ആരോപണവും നാട്ടുകാർ ഇതിനോടകം അറിയിക്കുന്നുണ്ട്. ഈ ഏറെ പണിപ്പെട്ടാണ് ജവാദിനെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ബസ് എതിർദിശയിലൂടെ എത്തുകയും തെറ്റായ ദിശ
ദിശയിലൂടെ എത്തുകയും ജവാദിനെ ഇടിച്ചു തെറിപ്പിച്ച് ഉള്ളിലേക്ക് ടയറിന്റെ ഉള്ളിൽ നിന്നാണ് നാട്ടുകാർ ജവാദിനെ പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും നാട്ടുകാരാണ് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യസമയത്ത് ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ ആരും എത്തിയിട്ടില്ല എന്നൊരു ആരോപണവും നാട്ടുകാർ ഇതിനോടകം ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇന്ന് സമരം ശക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് ഏകദേശം മണിക്കൂറുകളോളം 7-8 മണിക്കൂറുകളോളം 8 മണിവരെയാണ് ഈ ആളുകൾ ഈ പേരാമ്പ്രയിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഉപരോധിക്കുകയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളെ കടത്തിവിടാതെ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടാകുന്ന രീതിയിൽ വരെ ഇന്നലെ പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയക്കാരും തന്നെ ഇതിൽ പോലും ജനങ്ങൾ നാട്ടുകാർ ഇടപെട്ടുകൊണ്ടാണ് ഇന്നലെ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു പക്ഷേ നാട്ടുകാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇതെന്നും ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമായും സ്ഥലത്ത് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. ഏറെ പണിപ്പെട്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടും ഈ പോലീസ് ഇടപെട്ടെങ്കിലും പക്ഷേ നാട്ടുകാർ ഇതിന് കൃത്യമായി നടപടി കാണാതെ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും കയ്യേറ്റമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് പോവുകയെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലത്തെ അതേ സമാനമായ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ ലെവലേശം പുറകോട്ടില്ല. ഇതിന് കൃത്യമായ ഒരു നടപടി ഇതിന് കാണണം, പരിഹാരം കണ്ടേ മതിയാകൂ എന്നുള്ളതാണ്. സ്വകാര്യ ബസ്സുകൾ ഒന്നും പോലും ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് വരേണ്ടതില്ല, ബസ്സുകൾ ആരും തന്നെ ഈ ഭാഗത്തേക്ക് വരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ ഇപ്പോഴും ഉള്ളത്. നാട്ടുകാർ നിലവിൽ റോഡ് ഉപരോധിച്ച സ്ഥിതിയിലാണുള്ളത്. റോഡിൽ ഇരുവശങ്ങളിലേക്കും ഈ കണ്ണൂർ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ നിലവിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. നാട്ടുകാരെല്ലാം തന്നെ റോഡ് ഉപരോധിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സമരക്കാരും തന്നെ പ്രതിഷേധക്കാർ ആരും തന്നെ നിലവിൽ ഇവിടെ നിന്നും പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആതിര. ശരി അഭിന, സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ വ്യാപക പ്രതിഷേധം. ബസ്സുകൾ തടഞ്ഞ് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രതിഷേധം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ലാത്തി വീശി, പോലീസ് ജീപ്പിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധക്കാർ.